നമ്മൾ അത് കർത്താവിൻ്റെ അടുത്ത് കുർബാനയിൽ ഒരു കാര്യം പ്രാർത്ഥിച്ചാൽ അതിനകത്ത് കർത്താവ് ഉത്തരം തരും എന്ന് മനസ്സിലാക്കി തന്ന അനുഭവങ്ങളിൽ ഒരനുഭവം ഞാൻ പങ്കുവെക്കാം. അത് ഞാൻ 2010, 11, 12 കാലഘട്ടത്തിൽ ഞാനൊരു ഇടവക വികാരിയായി ഒരു സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു പാവപ്പെട്ട അപ്പച്ചൻ, അദ്ദേഹം തീരെ വയ്യ, അദ്ദേഹത്തെ പല ആശുപത്രികളിലും കൊണ്ടുപോയി ഒത്തിരി രോഗം മൂർച്ഛിച്ചൊക്കെ തിരിച്ചു വരും. അത് കഴിയുമ്പോൾ കുറച്ച് സൗഖ്യം പ്രാപിക്കുമ്പോൾ അദ്ദേഹം പതുക്കെ നടന്ന് ജംഗ്ഷനിലേക്ക് നടന്നു പോകുമ്പോൾ പള്ളിയുടെ ഈ സ്റ്റെപ്പ് ഇറങ്ങി വേണം ഞാൻ താമസിക്കുന്ന ആ മുറിയിലേക്ക് വരാൻ. അപ്പോൾ അദ്ദേഹം വളരെ ആയാസപ്പെട്ട് ആ സൈഡിലുള്ള റെയിലിലൊക്കെ പിടിച്ച് ഇറങ്ങി പതുക്കെ വന്ന് മുറിയുടെ വാതിൽക്ക് കുട്ടി ഇറങ്ങി വരുമ്പോൾ, അച്ഛാ വല്ലതും കഴിച്ചോ, ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരട്ടെ, അച്ഛൻ എന്തെങ്കിലും വേണോ, പൈസ വല്ലതും വേണോ, ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പം ഞാൻ പറയും, അപ്പച്ചാ എന്തിനാണ് ബുദ്ധിമുട്ടി ഇങ്ങോട്ട് വന്നത്, അപ്പച്ചൻ വരണ്ടല്ലോ, അപ്പച്ചന് എന്നെ ഫോൺ വിളിച്ച് ചോദിച്ചാൽ പോരെ, ഈ വയ്യാതെ ഇങ്ങനെ ഇതൊക്കെ പിടിച്ച് എന്തിനാണ് അപ്പച്ചൻ കഷ്ടപ്പെടുന്നത്. എന്നാലും 2 ദിവസം കഴിയുമ്പോൾ പിന്നെയും വരും, അച്ഛാ എന്തെങ്കിലും വേണോ, ഞാൻ അച്ഛന് കുറച്ച് കാശ് തരട്ടെ. നമ്മുടെ ആളുകൾക്ക് ഒരു ഗുണമുണ്ട്, ഇങ്ങനെ ചോദിക്കത്തേ ഉള്ളൂ, എന്തെങ്കിലും തരട്ടെ, എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവരട്ടെ, ചായ വേണോ, അല്ല ചായയും കൊണ്ട് കൊടുക്കണം. ഓക്കെ, മലയാളിയുടെ കുഴപ്പമാണിത്. പിന്നെ മലയാളിക്കൊരു ഗുണമുണ്ട്, വേണമെങ്കിൽ എന്തേ പറയൂ, അങ്ങനെയുണ്ട്. അതായത് നമുക്ക് നല്ല ആവശ്യം, വിശന്നിട്ട് ഇരിക്കുക, എന്നാലും പറയും വേണ്ട. നമ്മൾ വിചാരിക്കുന്നതാണ് അവർ നമ്മളെ നിർബന്ധിക്കും, ഇല്ല കഴിക്കുക, ഇല്ല വേണ്ട കഴിക്കുക, എന്നാൽ കഴിക്കാം. ഇതാണ് ഒരു മൊത്തത്തിലുള്ളൊരു മലയാളി ലൈൻ. പക്ഷേ യൂറോപ്പിലൊക്കെ ചെന്നാൽ പെട്ടുപോത്തേ ഉള്ളൂ. അവർ വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. മലയാളി രീതിയും കൊണ്ട് അങ്ങോട്ട് പോയാൽ പട്ടിണി കിടന്ന് വല്ലതും വേണമെങ്കിൽ ചോദിച്ചോണം, അല്ലേ, വേണോ, വേണം, എന്നാ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഏതായാലും അപ്പച്ചൻ ഇങ്ങനെ വന്ന് ചോദിക്കും. ഞാൻ ഓർക്കും, ഈ പാവം ദൈവമേ ചോദിക്കുന്നുണ്ടല്ലോ, ചോദിക്കാത്ത എത്രയോ എണ്ണം ധ്യാനം കൂടിയിട്ട് പോകുന്നു. അപ്പോൾ ഇത് ചോദിക്കുന്നെങ്കിലും ഉണ്ടല്ലോ എന്ന് ഞാൻ ഓർക്കും. ഇപ്പം നമ്മളെന്തെന്നറിയാമോ, നമ്മൾ മനുഷ്യരോട് നമുക്ക് സ്നേഹമൊക്കെ എല്ലാവർക്കും അങ്ങനല്ലേ, നമ്മളെ അവർ നന്നായിട്ട് പരിഗണിക്കുന്നു, നമ്മളെക്കുറിച്ച് അവർ ഓർക്കുന്നു, ഇങ്ങനെയൊക്കെ അറിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അവരോട് ഒരു സ്നേഹം വരില്ലേ. അപ്പം ഞാൻ എപ്പോഴും ഓർക്കും, ദൈവമേ ഈ അപ്പച്ചന് തീരെ വയ്യാലോ, ഒത്തിരിയും തവണ പ്രാർത്ഥിച്ചിട്ട് ഈ അപ്പച്ചനൊരു വ്യത്യാസം ഇല്ലല്ലോ, അങ്ങനെ രോഗം മൂർച്ഛിച്ച് മരിക്കേണ്ട പ്രായമൊന്നും ആയിട്ടില്ല. കർത്താവേ എന്താണ് ഈ അപ്പച്ചന് ഒരു സൗഖ്യം കിട്ടാത്തത് എന്നൊക്കെ ഞാൻ ഓർക്കുമായിരുന്നു. 6 ആശുപത്രികളിൽ വെച്ച് ഈ മനുഷ്യന് വിശുദ്ധ കുർബാനയും രോഗീലേപനവും കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരിട്ടല്ല, പല അച്ഛന്മാർ അടുത്തുള്ള പല സ്ഥലങ്ങളിലുള്ള, അപ്പോൾ ദൂരെയൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് അച്ഛന്മാരെ വിട്ട് ഒക്കെ ചെയ്യിച്ചിട്ടുണ്ട്. ഞാൻ നേരിട്ടും പോയിട്ടുണ്ട്. 6ാമത്തെ ആശുപത്രിയിൽ നിന്ന് അപ്പച്ചനെ അവരെഴുതി തള്ളി, മെഡിക്കൽ സയൻസിന് ഇനി ഒന്നും ചെയ്യാനില്ല. അപ്പോൾ മകൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ അപ്പച്ചൻ ഇനി 2-3 ദിവസം കൂടെയൊക്കെ കാണത്തുള്ളൂ എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്, കല്ലറയില്ല, ഞങ്ങൾക്ക് കുടുംബത്തിന് കല്ലറയില്ല, അപ്പോൾ അച്ഛൻ ഞങ്ങൾക്ക് കല്ലറ പണിയാൻ ഒരു സ്ഥലം കാണിച്ചു തരാം. ഞാൻ പള്ളിയുടെ സെമിത്തേരിയിൽ ഒരു സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ ഈ മനുഷ്യൻ, ഈ മകൻ അപ്പന് വേണ്ടി ഒരു കല്ലറ പണിതു. 1-2 ദിവസം കൊണ്ട് കല്ലറ പണിത് തീർന്നു. എന്നോട് പറഞ്ഞു, കല്ലറയൊക്കെ തീർന്നച്ചാ, വാട്ട് ഈസ് ദ കൺക്ലൂഷൻ? അതായത് എല്ലാവരും, ആരുടെയും കുറ്റമല്ല, അത് അങ്ങനെ പറഞ്ഞു, ഡോക്ടേഴ്സ് പറഞ്ഞു, ദർ ഇസ് നോ ഹോപ്പ്, ഹ്യൂമൻലി സ്പീക്കിംഗ്, മെഡിക്കലി സ്പീക്കിംഗ്, നോ ഹോപ്പ് അറ്റ് ഓൾ. ഞാനും പോൾസൺ ചേട്ടനും കൂടെ ഒരു ധ്യാനം കഴിഞ്ഞ് രാത്രിയിൽ ഒരു 10-11 ആയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു, അപ്പച്ചൻ വയ്യ കിടക്കല്ലേ, ഒന്ന് പോയി കണ്ടേക്കാം. അങ്ങനെ രാത്രി പോയി അപ്പച്ചൻ്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ കിടപ്പ, എല്ലും തോലുമായി, ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല, ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം ഡാമേജ്ഡ് ആണ്, കഴിക്കുന്ന ഭക്ഷണമൊന്നും ദഹിക്കത്തില്ല, അതുകൊണ്ട് ജ്യൂസ് മാത്രമേ കൊടുക്കൂ. അച്ഛാ എനിക്ക് ചോറ് തരാൻ പറയച്ചാ, ചോറ് തരാൻ പറയാം. ഞാൻ പറഞ്ഞു, അപ്പച്ചാ ചോറ് ദഹിക്കത്തില്ല, അതുകൊണ്ടല്ലേ തരാത്തതില്ല, എനിക്ക് ചോറ് തരാൻ പറയച്ചാ. ഞാൻ ആ മുറിയിലിരുന്ന് കുറേ സമയം പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കുറച്ച് കാര്യങ്ങളിങ്ങനെ വരികയാണ്. ഇപ്പം ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് പുറത്തേക്ക് പോയി മകനെ വിളിച്ചു.
മകനും മരുമകളും കൂടെ വന്നു. തൊട്ടപ്പുറത്തെ മുറിയിലോട്ട് കയറിയിട്ട് ഞാൻ ആ ഡോറൊന്ന് അടയ്ക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഈ മകനോട് ചോദിച്ചു, എനിക്ക് അപ്പച്ചനോട് നല്ല സ്നേഹമാണെന്ന് നിനക്കറിയാമല്ലോ, അപ്പച്ചൻ എന്നോടും നല്ല സ്നേഹമാണ്. ഈ അപ്പച്ചൻ ഇങ്ങനെ ഈ പ്രായത്തിൽ മരിക്കേണ്ട ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തോരം നമ്മൾ പ്രാർത്ഥിച്ചാണ്. എന്താടാ പ്രശ്നം? എന്താ ഈ കൃപ കയറാത്തേ? എന്താ പ്രാർത്ഥിച്ചിട്ടൊന്നും അങ്ങോട്ട് കയറാത്തേ? ഞാൻ ചോദിച്ചു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ വീട്ടിൽ? ഒരു മേഖല എനിക്ക് ദൈവം കാണിച്ചു തന്നിരുന്നു. അപ്പം അവൻ പറഞ്ഞു, അച്ഛാ ഉണ്ടച്ഛാ, ഉണ്ട്. അപ്പച്ചന് നല്ല മനുഷ്യനാണ്, അപ്പൻ നല്ല മനുഷ്യനാണ് അച്ഛാ, അച്ഛനോടൊക്കെ ജീവനാണ്. എന്നാൽ അപ്പച്ചന് പള്ളി പോന്ന പോലെ തന്നെ വിശ്വാസമാണ് മന്ത്രവാദത്തിലും. എൻ്റെ അച്ഛാ എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. ഓരോ ആപത്ത് വരുമ്പോഴും മന്ത്രവാദിയുടെ അടുത്ത് പോയി പൂജിച്ചും ജപിച്ചും കൊണ്ടുവരുന്നതൊക്കെ ഒരു മുറി കൊണ്ടുവന്ന് വെക്കും. ഒരു മുറിയിലുണ്ടെന്ന് പറഞ്ഞല്ല. ഇനിയൊന്നും പറയണ്ട. അപ്പോൾ എനിക്കൊരു കൺഫർമേഷൻ കിട്ടി. ഞാൻ ആ അപ്പച്ചൻ്റെ മുറിയിലേക്ക് ചെന്നു. പോൾ സമ്പതനോട് പുറത്ത് നിൽക്കാൻ പറഞ്ഞു. കതകടച്ചു, ആ കസേര ഇട്ട് അടുത്തിരുന്നു. എന്നിട്ട് ആ അപ്പച്ചൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, അപ്പച്ചാ കുമ്പസാരിക്കണം കേട്ടോ, ഇപ്പം നമുക്ക് കുമ്പസാരിക്കാം. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു കാര്യം എൻ്റെ മനസ്സിൽ കിട്ടിയോണ്ടാണ് ഞാൻ മകനോട് ചോദിക്കാൻ പോയത്. അപ്പം അത് കൺഫേംഡായി. ഈ 2 വള്ളത്തിൽ എത്ര നാൾ കാല് വെക്കും? മന്ത്രവാദിയുടെ അടുത്ത് പോയിട്ട് അപ്പച്ചന് ഒന്നും കിട്ടിയില്ല എന്നും നാശം മാത്രമേ ഉണ്ടായുള്ളെന്നും ഇപ്പം മനസ്സിലായില്ലേ? ഇനി ജീവനുള്ള ദൈവത്തെ മാത്രം വിളിക്ക്. എന്നിട്ട് അറിയാവുന്നത് ഓർക്കുന്നതൊക്കെ പറ, ഞാൻ പാപമോചനം തന്ന് പ്രാർത്ഥിക്കാം. ആ അപ്പച്ചൻ ഒത്തിരി കാര്യങ്ങൾ മുൻകാലങ്ങളിൽ കുമ്പസാരക്കൂട്ടിൽ പറയാതിരുന്നതുൾപ്പെടെ അനേക കാര്യങ്ങൾ പറയാൻ ശ്രമിച്ച് കരയുകയാണ്. എനിക്ക് മനസ്സിലായി, ഈ മനുഷ്യൻ ഹൃദയം പൊട്ടി ചത്തു. ഒന്നാമതേ മരിക്കാറായി കിടക്കാണ്. അപ്പം ഞാൻ വാപൊത്തിട്ട് പറഞ്ഞു, ഒന്നും പറയണ്ട, ഈ കരച്ചിലുണ്ടല്ലോ ഇതാണ് അനുതാപം. ഇതിനേക്കാൾ വലിയ അനുതാപം എന്താ? ഒന്നും പറയണ്ട. ഞാൻ പ്രാർത്ഥിച്ചു, പാപമോചനം കൊടുത്തു, കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. അപ്പച്ചൻ ഞാൻ രാവിലെ വിശുദ്ധ കുർബാനയും കൊണ്ട് വരാമെന്ന് പറഞ്ഞു. നാളെ കർത്താവിനെയും കൊണ്ട് വരും. അപ്പോൾ എല്ലാം നീറ്റായിട്ട് ഇടണം, അപ്പച്ചൻ്റെ മുറിയെല്ലാം നല്ല ക്ലീനാക്കി ഇടണം, വെളുപ്പിനെ അപ്പച്ചനെ കുളിപ്പിക്കണം, ദേഹം തുടയ്ക്കണം, എന്നിട്ട് കുർബാനയും കൊണ്ട് ഞാൻ വരും. എനിക്കറിയാം കഷ്ടപ്പാടാണ്, വേറെ ആരുമില്ല, എന്നാലും നീ ഇന്ന് അത് ചെയ്യണം. അവൾ പറഞ്ഞു, ചെയ്യാച്ചാ, അത് ഒരു കഷ്ടപ്പാടൊന്നുമില്ല, ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. ഞങ്ങൾ തിരിച്ചു പോയി. ഞങ്ങൾ ഒരുമിച്ച് ഇതുപോലെ സക്രാരിയുടെ മുമ്പിൽ പോയി കുർബാനയുടെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവേ, എന്താ ചെയ്യണ്ടേ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞതാ. ആ സമയത്ത് കർത്താവ് ഒരു ബോധ്യം തന്നു. വെളുപ്പിന് 3 മണിക്ക് ഈ കുടുംബത്തിന് വേണ്ടി പാപപരിഹാരത്തിനായി ഒരു ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ ബോൾസൻ ചേട്ടൻ 3 മണിക്ക് വരും. സിസ്റ്റേഴ്സ് 2 പേര് അടുത്തുണ്ട്. ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, 3 മണിക്ക് ഒരു 2:30 ആകുമ്പോൾ വന്ന് ഓൾട്ടറൊക്കെ ഒന്ന് ശരിയാക്കി 3 മണിക്ക് ഒരു കുർബാനയുണ്ട്, കൂടുന്നോ? അപ്പോൾ സിസ്റ്റേഴ്സ് പറഞ്ഞു, ഞങ്ങൾ വരാച്ചാ. അങ്ങനെ 3 മണിക്ക് അവരും വന്നു. അപ്പോൾ 2 സിസ്റ്റേഴ്സ്, പിന്നെ പോൾസൻ ചേട്ടൻ, ഞാൻ, പിന്നെ ഒരു കൊച്ചു പയ്യനുണ്ട്. ഞങ്ങൾ 5 പേര് വെളുപ്പിനെ 3 മണിക്ക് ബലി അർപ്പിക്കുകയാണ്. ഞാനൊരു പേപ്പറിൽ എഴുതി വെച്ചു. ഞാൻ ഈ ഡീറ്റെയിൽസ് എല്ലാം എന്തിനാ പറയണമെന്നറിയാമോ? അത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഇതുപോലെ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് മനസ്സിലാൻ വേണ്ടിയാണ് ഞാൻ ഈ വിശദാംശങ്ങളൊക്കെ പറയുന്നത്. ഒരു പേപ്പറിനകത്ത് ഞാനിങ്ങനെ എഴുതി വെച്ചു, കർത്താവേ, 1-ാം പ്രമാണം ലംഘിച്ച് മന്ത്രവാദത്തിൻ്റെ പുറകെ പോയി കൃപ കയറാൻ പറ്റാത്ത വിധം ബ്ലോക്കായി കിടക്കുന്ന ഈ കുടുംബത്തിൻ്റെ ഈ 1-ാം പ്രമാണ ലംഘനത്തിന് പരിഹാരമായിട്ട് ഈ കുർബാന സ്വീകരിക്കണമേ. ഇത് തന്നെ എഴുതി ഞാൻ ഇവരുടെ കയ്യിലും കൊടുത്തു, ഈ കുർബാനയ്ക്ക് നിൽക്കുന്നവരുടെ കയ്യിലും കൊടുത്തു. നിങ്ങളിതൊന്ന് പ്രാർത്ഥിച്ചോളാൻ പറയും. ബലി അർപ്പിച്ചു. ഒരു ഹാർഡ്ലി 50 മിനിറ്റ്. അത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ നന്ദിയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് രാവിലെ
4 മണിയായപ്പോൾ ആ വീട്ടിലേക്ക് പോയി. വെളുപ്പിനെ വീട്ടിലേക്ക് പോയി ചെന്നിട്ട് അപ്പോൾ അപ്പച്ചനെയൊക്കെ അവൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പച്ചൻ്റെ അടുത്തോട്ട് ചെന്നു. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛൻ ഈ വീടെല്ലാം ഒന്ന് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അപ്പച്ചനെ ഞങ്ങളിങ്ങനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് താങ്ങിയെടുത്ത് മകനും മരുമകളും കൂടെ എടുത്തുകൊണ്ട് വന്ന് കസേരയിലിരുത്തി വീണ് പോകാതിരിക്കാൻ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക. ഞാൻ ഈശോയെ എൻ്റെ കയ്യിൽ എടുത്തിട്ട് അപ്പച്ചൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച, കുമ്പസാരിച്ച് പിശാചിനെ നമ്മൾ ഉപേക്ഷിച്ചു, ഇപ്പം യേശുവിനെ ഏറ്റുപറയണം, കർത്താവാണ്, അപ്പച്ചൻ്റെ ഉള്ളിലേക്ക് വരാൻ ഈശോ വന്നിരിക്കുകയാണ്. ഈശോയോട് ഇങ്ങനെ പറ, എൻ്റെ ഈശോ എന്നെ ഒന്ന് രക്ഷിക്കാവോ, എന്നെ ഒന്ന് രക്ഷിക്കാവോ എന്നൊന്ന് ചോദിക്കാൻ പറഞ്ഞു. ഈ അപ്പൻ വാവിട്ട് കരഞ്ഞു, എൻ്റെ ഈശോ എന്നെ ഒന്ന് രക്ഷിക്കാവോ, എന്നെ ഒന്ന് എൻ്റെ കുടുംബത്തെ ഒന്ന് രക്ഷിക്കാവോ. ഞാൻ അപ്പച്ചന് കുർബാന കൊടുത്തു, അമ്മച്ചിക്ക് കുർബാന കൊടുത്തു, വീട് വെഞ്ചരിച്ചു, മറ്റേ മുറിയൊക്കെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തിരിച്ചു പോരുകയും ചെയ്തു. അന്ന് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും അന്തരീക്ഷം എല്ലാം മാറി. ഭയങ്കര കാർമേഘം ആകാശം മൂടിക്കെട്ടി. ഒരു കുടം എന്ന വിധത്തിൽ മഴ പെയ്യാൻ തുടങ്ങി. മഴ പെയ്ത് വെള്ളം ഒലിച്ചിറങ്ങി ഈ കല്ലറ മുഴുവൻ ഒഴുകിപ്പോയി. എനിക്കതൊരു അടയാളമായിരുന്നു, ഈ മനുഷ്യൻ ഉടനെ മരിക്കില്ല. എനിക്കത് അടയാളമായിരുന്നു. കാരണം ഈ കല്ലറ ഒലിച്ചുപോയി. ആ കല്ലറ, വേറെ ഒരു കല്ലറയും പോയിട്ടില്ല. ഈ പണിത കല്ലറ മാത്രം വെള്ളം ഒഴുകി ആ ഭാഗത്തോട്ട് വന്ന് ഒലിച്ചുപോയി. അപ്പോഴേ ഞാൻ പറഞ്ഞു, ദൈവം പ്രവർത്തിച്ചു തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഒരു തിങ്കളാഴ്ച ദിവസമാണ് നടക്കുന്നത്. വ്യാഴാഴ്ച ദിവസം ഈ മനുഷ്യൻ പൂർണ്ണാരോഗ്യത്തോടെ സൗഖ്യം പ്രാപിച്ച് പള്ളിയിലേക്ക് നടന്നു വന്ന് കുമ്പസാരക്കൂട്ടിൽ മുട്ടുകുത്തി ഒരിക്കൽ കൂടി കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് സൗഖ്യം പ്രാപിച്ച് മടങ്ങിപ്പോയി. അതായത് ആ ഒരു ഒത്തിരി നാളുകൾ എനിക്ക് എൻ്റെ കയ്യിൽ ഒരു കത്തുണ്ടായിരുന്നു. ഇപ്പം അത് എവിടെയാണെന്ന് കാണാനില്ല. ആ അമ്മ എഴുതിയ കത്താത്. അവിടുത്തെ അമ്മച്ചി, അച്ഛാ, സാത്താൻ കയറി നശിപ്പിച്ച ഞങ്ങളുടെ വീടിനെ ഒരു വിശുദ്ധ കുർബാനയാണ് രക്ഷിച്ചത് എന്ന് ഒരമ്മ എഴുതി തന്ന ഒരു കത്ത്. ഞാനിത് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ കുടുംബത്തിൽ എത്രമാത്രം വിലപ്പെട്ടതാണ് വിശുദ്ധ കുർബാന എന്ന് മനസ്സിലാക്കണമെങ്കിൽ പിതാവ് കൃപ തന്നാലേ പറ്റൂ. ഇത്രയും വലിയ ഒരു സൗഭാഗ്യം, ഇത്രയും വലിയ അവർണ്ണനീയമായ ഈ ദാനം, അപ്പം അത്രയും ആ ഇൻക്രെഡിബിളായ ഇൻഡിസ്ക്രൈബിളായ ആ ഗിഫ്റ്റിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ പിതാവ് ആകർഷിക്കണം. അപ്പോൾ കുടുംബത്തിൽ വിശുദ്ധ കുർബാനയോട് സ്നേഹം ഇല്ലെങ്കിൽ എന്നാ ചെയ്യണ്ടേ? മുട്ടുകുത്തുക, പ്രാർത്ഥിക്കുക, കർത്താവേ അവർക്ക് വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയും സ്നേഹവും കൊടുത്ത് അനുഗ്രഹിക്കണേ. ഒരു 10 കുർബാനയിൽ അങ്ങോട്ട് പ്രാർത്ഥിച്ചത്, അപ്പോൾ ഉടനെ അവർ പറയും, കുർബാനയ്ക്ക് ഞങ്ങളും വരികയാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ നമ്മൾ ഈ പാർട്ട് 3 ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ്. ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ എന്ത് ചെയ്യണം? അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. എന്താ വിശ്വസിക്കണ്ടേ? അവൻ്റെ ശരീരം ഭക്ഷിക്കണം, അവൻ്റെ രക്തം പാനം ചെയ്യണമെന്നുള്ള അവൻ്റെ പ്രബോധനത്തിൽ വിശ്വസിക്കുക. രണ്ടാമത്തേത് ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞേ? ഏതാ? അവന് വിശക്കത്തില്ല, അവന് ലോകത്ത് പാപത്തിൻ്റെ വഴിയെ പോകുന്നവനെ ഈ കുർബാന ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. അവൻ ലോകത്തിന് വേണ്ടി വിശക്കില്ല, പാപത്തിന് വേണ്ടി വിശക്കില്ല, ദാഹിക്കത്തില്ല. മൂന്നാമത്തേത്, എൻ്റെ പക്കലേക്ക് വരുന്നവനെ, അങ്ങനെ വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്നവനെ ദൈവം ഒരിക്കലും തള്ളിക്കളയത്തില്ല. നാലാമത്തേത്, അവനെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കും. അഞ്ചാമത്തേത്, പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും ഇത് മനസ്സിലാവത്തില്ല. ആറാമത്തേത്, അവന് ജീവൻ കിട്ടും. ജീവൻ നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും. ഇതാണ് പാർട്ട് 3. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പാർട്ട് 4
കേൾവിക്കാരുടെ പ്രതികരണം. എന്താണ് കേൾവിക്കാരുടെ പ്രതികരണം? ജോൺ 6:41 വായിച്ചേ. ഞാനാണ് എന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദർ അവനെതിരെ പിറുപിറുത്തു. ഞാൻ നേരത്തെ പറയാൻ വന്നത് ഇതാണ്. എത്രയോ നല്ല നല്ല പ്രൊട്ടസ്റ്റന്റുകാർ, എത്രയോ ദൈവത്തെ സ്നേഹിക്കുന്നവരുണ്ട്, പക്ഷേ അവർക്ക് കുർബാന എന്താന്ന് മനസ്സിലായിട്ടില്ല. അതൊരു കൃപ കിട്ടിയാലേ അത് മനസ്സിലാവൂ. അപ്പോൾ ഈ യഹൂദന്മാർ ഇത് കേട്ടിട്ട് അവരൊന്നാമത്തെ അവരുടെ പ്രതികരണം, അവർ പിറുപിറുത്തു. യേശു അവരോട് പറഞ്ഞു 43, നിങ്ങൾ പരസ്പരം പിറുപിറുക്കേണ്ടതില്ല. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുത്തേക്ക് വരാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. അപ്പോൾ അതാണ് അവരുടെ ഒന്നാമത്തെ പ്രതികരണം. ഒന്ന്, അവർ പറ പിറുപിറുത്തു. പിറുപിറുക്കാൻ അങ്ങോട്ട് പറ. അവർ പിറുപിറുത്തു. രണ്ടാമത്തേത് 52 വേഴ്സ് 52 വായിക്കേ. ഇതേപ്പറ്റി യഹൂദരുടെ ഇടയിൽ, അപ്പോൾ രണ്ടാമത്തെ റെസ്പോൺസ് തർക്കം, ആർഗ്യുമെന്റ്. എന്താണ് ആർഗ്യുമെന്റ്? തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവൻ എങ്ങനെ കഴിയും എന്ന് അവർ ചോദിച്ചു. അപ്പോൾ രണ്ടാമത്തെ റെസ്പോൺസ് തർക്കം. ഇനി മൂന്നാമത്തേത് വേഴ്സ് 60, മൂന്നാമത്തെ റെസ്പോൺസ്, വാക്യം 60. ഇത് കേട്ട് അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്. ദിസ് ഈസ് എ ഹാർഡ് ടീച്ചിങ്. ഹാർഡ്, ഇത് കഠിനമാണ്, ഇത് ലളിതമല്ല. ദിസ് ഈസ് കോംപ്ലിക്കേറ്റഡ്, ഇത് സങ്കീർണമാണ്, ഇത് കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? ഇതാണ് അവരുടെ എത്രാമത്തെ റെസ്പോൺസാണ്? 3. ഒന്നാമത്തേത് പിറുപിറുത്തു, രണ്ടാമത്തേത് തർക്കിച്ചു, മൂന്നാമത്തേത് അവർ പറഞ്ഞു ഈ വചനം കഠിനമാണ്. അപ്പം അതിൻ്റെ റെസ്പോൺസ്, യേശുവിൻ്റെ റെസ്പോൺസ് 65. അവൻ പറഞ്ഞു ഇതുകൊണ്ടാണ്, 65 വാക്യം 65, അവൻ പറഞ്ഞു ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കലേക്ക് വരാൻ ആർക്കും സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഇനി അവരുടെ അവസാനത്തെ പ്രതികരണം 66. ഇതിനു ശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ യേശുവിനെ വിട്ടുപോയി, അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല. നാലാമത്തെ റെസ്പോൺസ്, ദേ ഓൾ ലെഫ്റ്റ്. എല്ലാവരും അവനെ വിട്ടുപോയി. മോസ്റ്റ് ഓഫ് ദം അവനെ വിട്ടുപോയി, ഉപേക്ഷിച്ചു പോയി, പിന്നെ ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല. ഇതാണ് എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയ ഒരു സംഗതി. എന്നെ ഒന്ന് ശ്രദ്ധിക്കുക, ഒരു 2 മിനിറ്റും കൂടെ നോക്ക്. ഇവിടെ നമ്മൾ ധ്യാനിക്കണം, ചിന്തിക്കണം, യേശുവിൻ്റെ നേച്ചർ അനുസരിച്ച് യേശു എന്ത് ചെയ്യണം. യേശുവിൻ്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ 99 മരുഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിപ്പോയ ഒന്നിൻ്റെ പുറകെ പോന്നവനാണ് യേശു. ഇതാണ് ഈശോയുടെ നേച്ചർ. ഈശോ ഒരാൾ ഇറങ്ങിപ്പോന്നതുകൊണ്ടാ ഭയങ്കര സങ്കടമാണ്. കർത്താവ് അവരുടെ പുറകെ പോവും. അവസാനത്തെ നിമിഷം വരെ എങ്ങനെയെങ്കിലും അവരെ തിരിച്ചു കൊണ്ടുവരാൻ നോക്കി. ഇതാണ് ഈശോയുടെ നേച്ചർ. ആ ഈശോ ഇറങ്ങിപ്പോകുന്ന ഒരാളോടും പ്ലീസ്, ഞാൻ ഫിഗറേറ്റീവ് ലാംഗ്വേജ് പറഞ്ഞാണ്, ആലങ്കാരിക അർത്ഥത്തിൽ സംസാരിച്ചാണ്, അക്ഷരാർത്ഥത്തിൽ എടുക്കല്ലേ. അങ്ങനെയൊന്നും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചൂടാവുന്നത്? പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി തരാം. വിളിച്ചോ? ഇല്ല. ഈശോ വിളിച്ചില്ലെന്ന് മാത്രമല്ല, കൂടെ നിന്നവരോട് പറഞ്ഞു നിങ്ങളും വേണമെങ്കിൽ പൊക്കോളാൻ. യേശു 12 പേരോടുമായി ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? ശിമയോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കൽ ഉണ്ട്. ഇങ്ങോട്ട് നോക്കണേ. കുർബാനയെക്കുറിച്ചുള്ള യേശുവിൻ്റെ പ്രസംഗം കഴിയുമ്പോൾ യേശുവിൻ്റെ കൂടെ ഇപ്പോൾ ഫൈനലി എത്ര പേരുണ്ട്? എത്ര? 12 ഇല്ല, 11 ഉള്ളൂ. അടുത്ത വാക്യം വായിച്ചേ. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ? എന്നാൽ നിങ്ങളിൽ ഒരുത്തൻ പിശാചാണ്. ഇപ്പം എത്രയായി? തുടങ്ങിയപ്പോൾ എത്ര പേരുണ്ടായിരുന്നു? അല്ലല്ല, ഈ പ്രസംഗം തുടങ്ങിയപ്പോൾ 5000 പേർക്ക് വർദ്ധിപ്പിച്ചു എന്നല്ലേ? 5000 ഇവിടുത്തെ കണക്ക് വെച്ച് നോക്കിയോ.
5000 പുരുഷന്മാരുണ്ടെങ്കിൽ എത്രായിരം സ്ത്രീകൾ കാണും? ഇവിടുത്തെ കണക്ക് വെച്ച് പറഞ്ഞാൽ 10000 ആണല്ലോ. 10000. ഇപ്പം നിങ്ങൾ ഇവിടുത്തെ ദിവ്യകാരുണ്യ കോൺഗ്രസിൻ്റെ കണക്ക് വെച്ച് പറഞ്ഞാൽ മതി. 5000 ചേട്ടന്മാരുണ്ടെങ്കിൽ 10000 സ്ത്രീകൾ അല്ലേ? അപ്പോൾ 5000 പുരുഷന്മാർ, 10000 ചേച്ചിമാർ, മൊത്തം എത്രയായി? 15000. 15000 പേരൻസ് വന്നാൽ മിനിമം ഒരു 5000 പിള്ളേരെങ്കിലും കൊണ്ടുവരാതിരിക്കുമോ? പിള്ളേരുണ്ടോ അതിനകത്ത്? ഉണ്ട്. പിള്ളേരുടെ കയ്യിലിരുന്ന ഒരുത്തൻ്റെ കയ്യിലെ ബാഗിലെ അപ്പം എടുത്തോണ്ടാണ് അന്ത്രയോസ്. അപ്പോൾ പിള്ളേരുണ്ടോ? ഉണ്ട്. അന്ത്രയോസിന് പിള്ളേരുടെ കുട്ടികളുടെ മിനിസ്ട്രിയുടെ ചാർജായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഇരിക്കുമ്പോഴാണ് ഒരുത്തൻ്റെ ബാഗിനകത്തുനിന്ന് നല്ല മീൻ വറുത്ത മണം. അവനെ ഇങ്ങോട്ട്, മോനെ ഷൈജുമോനിങ്ങ് വന്നേ, ബാഗിനകത്ത് മീൻ വറുത്ത ഉണ്ടല്ലേ? ഉണ്ടങ്കിളെ ഉണ്ട്, അങ്കിളിനൂടെ തരണേ. തരാം. അങ്ങനെയാണ് ഇത് വന്ന് പറഞ്ഞത്. ഒരുത്തൻ്റെ ഉണ്ടെന്ന് ഞാൻ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പിള്ളേരും ഉണ്ട്. ചുരുക്കി പറയാം, ഒരു 10-25,000 പേര് ഇത് തുടങ്ങിയപ്പോൾ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പ്രബോധനം അവസാനിച്ച് കഴിയുമ്പോൾ യേശുവിൻ്റെ കൂടെ 11 പേര് മാത്രം. ഇതാണ് കഴിഞ്ഞ 2000 വർഷത്തെ വിശുദ്ധ കുർബാനയുടെ ചരിത്രം. ഒത്തിരി പേര് ഈ കാലാന്തരത്തിൽ ഈ യാത്രക്കിടയിൽ അവനെ വിട്ടുപോയത് കുർബാന എന്താണെന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഇത്രയും ക്ലിയറായോ? അപ്പം അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, ഈശോയെ എനിക്ക് വിശുദ്ധ കുർബാനയെക്കുറിച്ച് ബോധ്യം തരണമേ.